ഹായ് ഹലോ നമസ്കാരം. ചോയ്സ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാടടുത്തായി തേവക്കൽ എന്ന ജംഗ്ഷനിൽ നിന്നും വളരെ അടുത്തായി സ്ഥിതി ചെയ്യുന്നൊരു വലിയ വില്ല പ്രൊജക്റ്റിലാണ് ഇന്ന് നമ്മളുള്ളത്. ഈ വില്ല കമ്മ്യൂണിറ്റിയിലെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടിൻ്റെ വിശേഷമാണ് ഇന്ന് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത്. 3 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 1600 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റി ആയിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീട്ടിൽ നിന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 4.5 കിലോമീറ്ററും കൊച്ചിൻ മെഡിക്കൽ കോളേജിലേക്ക് 2.5 കിലോമീറ്ററും വിദ്യോദയ സ്കൂളിലേക്ക് 1 കിലോമീറ്ററും ബസ് സ്റ്റോപ്പിലേക്ക് വരുന്ന ദൂരം 700 മീറ്ററുമാണ്. 4 മീറ്ററോളം വീതിയുള്ള വലിയ വഴി തന്നെയാണ് വീടിന് മുന്നിലായി ഉള്ളത്. മെയിൻ ഗേറ്റ് തുറന്ന് നമ്മൾ ആദ്യം പ്രവേശിക്കുന്നത് ഈ വീടിൻ്റെ കവേർഡ് കാർ പാർക്കിംഗ് ഏരിയയിലേക്കാണ്. ഒരു ഇന്നോവ കാർ നമുക്കിവിടെ സുഖമായി പാർക്ക് ചെയ്യാവുന്നതാണ്. അതുകൂടാതെ ബൈക്കും മറ്റും പാർക്ക് ചെയ്യാനുള്ള ചെറിയൊരു സ്പേസും ഈ വീടിൻ്റെ മുന്നിലായി നമുക്ക് കാണാം. ഇവിടുത്തെ പ്രധാന ജലസ്രോതസ് എന്ന് പറയുന്നത് കിണറുവെള്ളം തന്നെയാണ്. കൂടാതെ KWA വാട്ടർ കണക്ഷനും ഇവിടെ അവൈലബിൾ ആണ്. നല്ലൊരു ടെക്സ്ചർ ഡിസൈനൊക്കെ കൊടുത്ത് ഭംഗിയാക്കി തന്നെയാണ് വീടിന്റെ ഫ്രണ്ടേജ് നൽകിയിരിക്കുന്നത്. മുഴുവനായി ഗ്രാനൈറ്റിൽ ഫിനിഷ് ചെയ്തിരിക്കുന്ന ഒരു ചെറിയ സിറ്റ് ഔട്ടും നമുക്കിവിടെ കാണാം. 2 പാളികളിലായി സ്റ്റീൽ ബീഡിംഗ് ഒക്കെ കൊടുത്തുകൊണ്ട് മനോഹരമാക്കി തന്നെയാണ് മെയിൻ ഡോർ നൽകിയിരിക്കുന്നത്. കൂടുതൽ വിശേഷങ്ങൾക്കായി നമുക്കിനി ഈ വീടിന്റെ അകത്തേക്കൊന്ന് കടന്നു ചെല്ലാം. മെയിൻ ഡോർ തുറന്ന് നമ്മൾ ആദ്യം പ്രവേശിക്കുന്നത് ഈ വീടിന്റെ ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ്. ഒരു സ്റ്റാൻഡേർഡ് സൈസിലുള്ള ലിവിംഗ് ഏരിയയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ലിവിംഗ് ഏരിയയിലെ വിൻഡോസ് എല്ലാം പാനലിംഗ് വർക്കൊക്കെ കൊടുത്ത് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. PVC പാനലുകളും മൾട്ടിവുഡ് മിക്സ് ചെയ്തുകൊണ്ടുള്ള ഒരു ഗംഭീര TV യൂണിറ്റ് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ലൂവർ പാനൽസും LED പ്രൊഫൈൽ ലൈറ്റും കൊടുത്തുകൊണ്ടുള്ള നല്ലൊരു സീലിംഗ് വർക്കും നമുക്കിവിടെ കാണാം. അടുത്തതായി നമുക്കിനി ഈ വീടിന്റെ ഡൈനിങ് സ്പേസിലേക്കൊന്ന് കടന്നു ചെല്ലാം. സാധാരണയായി നമ്മൾ ഒരു ബഡ്ജറ്റ് വീടിന് കാണുന്നതിലും വലിപ്പമുള്ളൊരു ഡൈനിങ് ഏരിയ തന്നെയാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. വലിയ 2 വെന്റിലേഷനുകളും ഡൈനിങ് ഏരിയയിൽ നൽകിയിട്ടുണ്ട്. നല്ല ഭംഗിയാക്കി തന്നെ സീലിംഗ് വർക്കൊക്കെ കൊടുത്ത് തന്നെയാണ് ഡൈനിങ് ഏരിയ ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് സ്പേസിന്റെ ഒരു കോർണറിലായി ഒതുങ്ങിമാറി തന്നെയാണ് വാഷ് കൗണ്ടർ കൊടുത്തിരിക്കുന്നത്. നല്ലൊരു സ്റ്റാൻഡേർഡ് ലുക്കിൽ തന്നെയാണ് ഈ വീടിന്റെ വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. സെറ ബ്രാൻഡിന്റെ ഫിറ്റിംഗ്സ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അടുത്തതായി നമ്മൾ കടന്നു ചെല്ലുന്നത് ഈ വീടിന്റെ കിച്ചണിലേക്കാണ്. ഒരു ഓപ്പൺ ടൈപ്പ് കിച്ചനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 2 പാളികളുള്ള ചെറിയൊരു ക്രോക്കറി യൂണിറ്റും അതിന് താഴെയായി സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്ത് ഭംഗിയാക്കി തന്നെയാണ് കിച്ചണിലേക്കുള്ള എൻട്രൻസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു സ്റ്റാൻഡേർഡ് സൈസ് കിച്ചൺ തന്നെയാണ് ഈ വീടിന് വരുന്നത്. ബ്ലൂ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിൽ വരുന്ന നല്ലൊരു കിച്ചൺ കബോർഡ് തന്നെ ഇവിടെ നമുക്ക് കാണാം. താഴെയും മുകളിലുമായി ആവശ്യത്തിന് കബോർഡ് വർക്കുകൾ ഇവിടെ നൽകിയിട്ടുണ്ട്. കൃത്യമായി വാസ്തുപരമായി തന്നെയാണ് വീടിന്റെ അടുക്കള അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമുക്കിനി വീട്ടിലെ 1ാമത്തെ ബെഡ്റൂമിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. ഏകദേശം 12 അടി നീളം വരുന്ന വലിയൊരു ബെഡ്റൂം തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 3 പാളികൾ നൽകിക്കൊണ്ടുള്ള വലിയൊരു വാർഡ്രോബും ഈ റൂമിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ചെറിയൊരു പാനൽ വർക്കൊക്കെ കൊടുത്തുകൊണ്ട് മനോഹരമാക്കി തന്നെയാണ് ബെഡ്റൂം സീലിംഗുകളും പൂർത്തീകരിച്ചിരിക്കുന്നത്. നമുക്കിനി ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്ന് കണ്ടുനോക്കാം. ജാഗ്വാർ ബ്രാൻഡിന്റെ പ്രീമിയം ഫിറ്റിംഗ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സ്റ്റെയർവേക്ക് താഴെയായി മൾട്ടിവുഡിൽ ഫിനിഷ് ചെയ്തിരിക്കുന്ന നല്ലൊരു വർക്ക് തന്നെ ഇവിടെ നമുക്ക് കാണാം. ഇൻഡോർ പ്ലാന്റ്സും മറ്റും വെക്കുന്നതിനായി ഈ ഏരിയ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഈ വീടിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ വിശേഷങ്ങൾ ഏകദേശം നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞു. നമുക്കിനി ഈ വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് ഒന്ന് പോയി നോക്കാം. സ്റ്റെയിൻലെസ് സ്റ്റീൽ ഫിനിഷ് ചെയ്തിരിക്കുന്ന ഒരു ഹാൻഡ് റെയിലാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. സ്റ്റെയർവേ കയറി പോകുന്ന ഭാഗത്തായി പറഗോള വർക്കും കൂടാതെ നല്ലൊരു വിൻറ്റേജ് ലുക്കിൽ വരുന്ന വാം LED ലൈറ്റുകളും നൽകിയിട്ടുണ്ട്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ ആദ്യമായി കാണുന്നത് വിശാലമായൊരു അപ്പർ ലിവിംഗ് ഏരിയ ആണ്. നല്ലൊരു വാൾപേപ്പർ ഡിസൈനൊക്കെ കൊടുത്തുകൊണ്ട് മൾട്ടിവുഡിൽ ഫിനിഷ് ചെയ്തിരിക്കുന്ന ഒരു TV യൂണിറ്റ് ഇവിടെ നൽകിയിട്ടുണ്ട്. അതുകൂടാതെ തന്നെ അപ്പർ ലിവിംഗ് ഏരിയയുടെ ഒരു കോർണറിലായി ഇവിടെ ഒരു വർക്ക് സ്പേസും കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാം. കുട്ടികൾക്കാണെങ്കിലും ഇത് പഠിക്കുന്നതിനും മറ്റുമായി ഏറെ സഹായകരമാണ്. നല്ലൊരു സീലിംഗ് വർക്ക് തന്നെയാണ് അപ്പർ ലിവിംഗ് ഏരിയയിലും കൊടുത്തിരിക്കുന്നത്. അടുത്തതായി നമുക്കിനി വീട്ടിലെ യൂട്ടിലിറ്റി ഏരിയയിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. ഏകദേശം 8 അടി നീളത്തിൽ വാർത്ത് ഫിനിഷ് ചെയ്തിരിക്കുന്ന ഒരു യൂട്ടിലിറ്റി ഏരിയയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വാഷിംഗ് മെഷീൻ വെക്കുന്നതിനായിട്ടൊരു പോയിന്റും ഇവിടെ നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീട്ടിലെ 2ാമത്തെ ബെഡ്റൂമിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം.
താഴത്തെ നിലയിൽ കണ്ടതുപോലെ തന്നെ അത്യാവശ്യം വലിപ്പമുള്ളൊരു ബെഡ്റൂം തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. 2 പാളികളുള്ള വലിയൊരു വാർഡ്രോബും അതിനോട് കൂടെ തന്നെ കുറച്ച് മിനി റാക്കുകളൊക്കെ കൊടുത്ത് അല്പം വെറൈറ്റി ആക്കി തന്നെയാണ് വാർഡ്രോബ് നൽകിയിരിക്കുന്നത്. ഒരു പ്ലെയിൻ സീലിംഗ് വർക്ക് നമുക്ക് ഈ റൂമിലും കാണാവുന്നതാണ്. തീർച്ചയായും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി തന്നെയാണ് ഈ ബെഡ്റൂം കൊടുത്തിരിക്കുന്നത്. നമുക്കിനി ഈ വീട്ടിലെ 3ാമത്തെ ബെഡ്റൂമിലേക്കൊന്ന് കടന്നു ചെല്ലാം. ഏകദേശം 11 അടി നീളത്തിലാണ് ഈ ബെഡ്റൂം കൊടുത്തിരിക്കുന്നത്. 3 പാളികളുള്ള വലിയൊരു വാർഡ്രോബും അതിനോട് കൂടെ തന്നെ മിററൊക്കെ അറ്റാച്ച് ചെയ്തുകൊണ്ടാണ് ഇവിടെ വാർഡ്രോബ് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ബെഡ്റൂമിന്റെ ഒരു കോർണറിലായി മനോഹരമായൊരു ഡ്രസ്സിംഗ് യൂണിറ്റും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒട്ടും ഭംഗി കുറക്കാതെ തന്നെ നല്ലൊരു സീലിംഗ് വർക്ക് ഈ ബെഡ്റൂമിലും കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം. ഇനി നമ്മൾ കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ അവസാന ഭാഗമായ ബാൽക്കണിയിലേക്കാണ്. ടഫൻ ഗ്ലാസ് ഇട്ട് സ്റ്റെയിൻലെസ് സ്റ്റീൽ ടോപ്പ് കൊടുത്തുകൊണ്ടാണ് ഹാൻഡ് റെയിൽ പൂർത്തീകരിച്ചിരിക്കുന്നത്. നല്ലൊരു വ്യൂ തന്നെയാണ് നമുക്ക് ഈ വീടിന്റെ ബാൽക്കണിയിൽ നിന്ന് ലഭിക്കുന്നത്. ഒരു സ്റ്റാൻഡേർഡ് സൈസിലുള്ള ബാൽക്കണിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നതും. ഈ വീടുമായി ബന്ധപ്പെട്ട എല്ലാവിധ വിശേഷങ്ങളും ഏകദേശം നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞു. നമുക്കിനി അറിയേണ്ടത് ഈ വീടിന്റെ വിലയെ പറ്റിയാണ്. 3 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 1600 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റി ആക്കി നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിന് ബിൽഡർ ചോദിക്കുന്ന വില 73 ലക്ഷം രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ്. കൂടാതെ ലോണും അവൈലബിൾ ആണ്. ഈ വീട് ആരെങ്കിലും നേരിൽ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ചോയ്സ് പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെടേണ്ടതാണ്. ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു ദിവസം പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ തൽക്കാലം ഞങ്ങൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.